നിയമസഭയിൽ പേരമ്പൂരിന്റെ MLA ആയി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പശ്ചാത്തലത്തിലിരുന്ന് അദ്ദേഹത്തെ ഉറ്റുനോക്കുന്ന DMK MLAയും നടനുമായ ഉദയനിധി സ്റ്റാലിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി. ആ അസ്വസ്ഥമായ മുഖഭാവവും കണ്ണുകളിലെ കണക്കുകൂട്ടലും തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായത്തിന്റെ സൂചനയായി ആളുകൾ വായിച്ചെടുത്തിരുന്നു. ഒരു കാലത്ത് സിനിമാ സ്ക്രീനിൽ മാത്രം മത്സരിച്ചിരുന്ന രണ്ട് താരങ്ങൾ ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷ നേതാവുമായി മുഖാമുഖം നിൽക്കുന്നു. വിജയ് മുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റതിന് പിന്നാലെ DMK പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉദയനിധിയെ തിരഞ്ഞെടുത്തു. രാഷ്ട്രീയത്തെ സിനിമയുടെ സ്വീകാലാക്കി മാറ്റിയിരിക്കുകയാണ്. ആരാധകർ പറയുന്നത് പോലെ ഇത് തുല്യശക്തികളായ രണ്ട് മാസ് ഹീറോകൾ കൊമ്പുകൂർക്കുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സീനിന്റെ പ്രതീതി നൽകുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതിലും ഗൗരവമുള്ളതാണ്. കാരണം ഇവിടെ കയ്യടി കിട്ടുന്നത് ഡയലോഗിനല്ല, ജനങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്ന നയങ്ങൾക്കാണ്. സിനിമയിൽ നിന്ന് വന്ന രണ്ടുപേർ രാഷ്ട്രീയത്തിന്റെ കസാരയിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് സ്ക്രിപ്റ്റഡ് ഡ്രാമയല്ല, യഥാർത്ഥ ഭരണമാണ്. ഉദയനിധിയുടെ ആ നോട്ടത്തിൽ പ്രതിഫലിക്കുന്നത് വ്യക്തിപരമായ അസ്വസ്ഥതയാണോ അതോ തമിഴ്നാടിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ എന്നതാണ് ഇനി കാലം തെളിയിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ മാസ് സിനിമയെ മാറുമ്പോൾ തോൽക്കുന്നത് ജനങ്ങളാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നിമിഷം.